നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാഴനാല് പോലും ഇല്ലാത്ത സ്റ്റീഫൻ ജോർജിനെ പറ്റിയുള്ളൂ. 9 മാസം മുമ്പ് പുറത്താക്കിയെന്ന് പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം തന്നെ പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും ഈ സകല മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ PM മാത്യു ഉന്നതാധികാര സമിതി അംഗമാണ്. എനിക്ക് ഇന്ന് വരെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഒരച്ചടക്ക ലംഘനത്തിന് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. ഒരു തരത്തിലും വ്യക്തിപരമായി പോലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നാലും പറഞ്ഞിട്ടില്ല. കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. അതിനിടെ പല രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടാകുന്നു. സജി മഞ്ഞക്കടമ്പിൽ ജോസഫ് ഗ്രൂപ്പ് വിടുന്നു. അതിന് പിന്നാലെ കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗമായിരുന്ന PM മാത്യു ആ പാർട്ടി നിന്ന് മാറി UDF യോഗത്തിൽ പങ്കെടുക്കുന്നു. നേരത്തെ തന്നെ PM മാത്യുവിനെ പുറത്താക്കിയതാണെന്ന് പറയുന്നു. ഇതിന് പിന്നാലെ PM മാത്യുവിൻ്റെ പ്രതികരണം വന്നത് ഇപ്പുറത്തെ സ്റ്റീഫൻ ജോർജിനെയും ജോസ് കെ മാണിയും എല്ലാം വിമർശിച്ചുകൊണ്ടാണ്. ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്നോടൊപ്പം കേരള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഒരുപാട് ആരോപണമുണ്ട്. ഈ 9 മാസം മുൻപ് പുറത്താക്കി എന്ന് പറയുന്ന ആരോപണം അദ്ദേഹം പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതിനെന്താണ് മറുപടി? അല്ല ശ്രീധേ, ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശ്രീ ജോസഫ് ബീവൽസ് എന്ന് പറയുന്ന നുണയുടെ രാജാവുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ PM മാത്യുവിൻ്റെ പ്രസ്താവന കഴിഞ്ഞപ്പോൾ മനസ്സിലായി അദ്ദേഹം മരിച്ചിട്ടില്ല. ആ ബീവൽസിൻ്റെ ഒരു പ്രതിരൂപം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. ശ്രീ PM മാത്യു പറഞ്ഞതെല്ലാം നട്ടാൽ കുരുക്കാത്ത നുണയാണ്. ഒന്ന്, മാത്യു പറഞ്ഞൊരു കാര്യം, പിന്നെ ഫ്രാൻസിസ് ജോർജിനെ വോട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാതെ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം PM മാത്യുവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ഫോണിൽ പണ്ട് പോലെ സംസാരമില്ല. നേരിട്ട് കാണാതെ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ചൊറിഞ്ഞെന്നാണ് പറയുന്നത്. എനിക്ക് ചൊറിയുന്ന പാരമ്പര്യമില്ല. അദ്ദേഹം പലപ്പോഴും ചൊറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ കാണാതെ എങ്ങനെ ചൊറിയും? തന്നെയുമല്ല, ഞാൻ മനസാക്ഷി വേണ്ടേ? ഞാൻ ഈ തോമസ് ചാഴികാരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം 100% ഫണ്ട് ചെലവഴിച്ചതിന് LDF കൊടുത്ത സ്വീകരണം പോലും സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ഞാൻ ഏഷ്യാനെറ്റിലും അതുപോലെ നാളെ ഇപ്പം ഞാൻ ന്യൂസ് 18 സംസാരിക്കുന്നുണ്ട്. ഞാൻ വോട്ട് കവലയിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോമസ് ചാഴികാരൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റീഫൻ ജോർജ് വളരെ നന്നായിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെ തുടർന്ന് പോകണം, വലിയ സഹായമായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ആ സ്ഥിതി ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ആൾ മാത്യു എന്തോ എനിക്കൊന്ന് ചാനൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ അല്പം പ്രായമായി കഴിയുമ്പം ലെവൽ വിടുമല്ലോ, ആ ലെവലിൽ എന്തോ പറ്റിയിട്ടുണ്ട് മാത്യുവിന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ മാത്യുവിനെ കാണാറില്ലല്ലോ, പിന്നെ ഇങ്ങനെ പറയുന്നത്. ഇതുപോലെ LDFിന് വേണ്ടി LDF സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി രാവും പകലുമില്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞാൽ അത് ബീവൽസിനൊക്കെ വലിയ നുണയാണ്. കഴിഞ്ഞ 9 മാസത്തിനിടയിൽ കണ്ടിട്ടേ ഇല്ല. 9 മാസമല്ല, ഇപ്പൊ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാതെ ഫ്രാൻസിസ് ജോർജ് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം ഞാൻ PM മാത്യുവിനെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇങ്ങനെ പറയാൻ കഴിയും? പണ്ടൊരു നേതാവ് ഇങ്ങനെ ഇതുപോലെ പറഞ്ഞു, പിന്നെ അദ്ദേഹം പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കഥ പറഞ്ഞു, ഒരു നേതാവ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് വളരെ നുണയായിരുന്നു രാജ്യം ലോകം മനസ്സിലാക്കി എന്ന് പറയുന്നത് പോലെയുള്ളൊരു നുണ എന്നല്ലാതെ, നട്ടാൽ കുരുക്കാത്ത നുണ എന്നല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല. 2, പുറത്താക്കി അല്ല പറയാം, PM മാത്യു കഴിഞ്ഞ 1 വർഷമായി ഏതെങ്കിലും പരിപാടി പങ്കെടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് അദ്ദേഹം പാർട്ടി നിൽക്കുമ്പം തന്നെ മറ്റു പാർട്ടിയുടെ പരിപാടികൾക്ക് പോവുക, പല കാര്യമായി. ഇപ്പം പാലായിലെ നവകേരള സദസ്സിനെക്കുറിച്ച് അദ്ദേഹം ഉന്നയിച്ച വിമർശനം ഒരു പാർട്ടി പ്രവർത്തകന് പറയാൻ കൊള്ളുന്നതാണോ? പാർട്ടിക്കകത്തു നിന്ന് പറയാൻ കൊള്ളുന്ന അച്ചടക്ക നടപടി വേണ്ടേ? അച്ചടക്ക രാഹിത്യമല്ലേ കാണിക്കുന്നത്? പാർട്ടി നേതൃത്വത്തെ നിശിതമായി വിമർശിക്കുക. ഇങ്ങനെയുള്ള ഇതിന് മുമ്പ് തന്നെ എത്ര സാഹചര്യം ഉണ്ടായപ്പോൾ ഒരിക്കൽ പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒന്നടങ്കം ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഒരാളെ പാർട്ടി വേണ്ടെന്ന് പറഞ്ഞു. നോട്ടീസ് കൊടുത്തു. അല്ല, ഞാൻ പറഞ്ഞുതരാം. നോട്ടീസ് കൊടുക്കുന്നത് എപ്പോഴാണ്? ഇതൊക്കെ അറിയാൻ മേലെ അദ്ദേഹം പറയുന്നതല്ലേ. നമ്മുടെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റിക്കാണ് ഒരാൾക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരമുള്ളത്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. PM മാത്യുവിനെ സസ്പെൻഡ് ചെയ്യാനെന്തിനാണ് നോട്ടീസ് കൊടുക്കുന്നത്? PM മാത്യു അച്ചടക്ക നടപടിക്ക് വിധേയമായി പുറത്താക്കി സസ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ യോഗം കൂടി നോട്ടീസ് കൊടുത്ത് നോട്ടീസിൻ്റെ മറുപടി മേടിച്ച് ഹിയർ ചെയ്യുന്നെങ്കിൽ ഹിയർ ചെയ്ത് അത് സ്റ്റേറ്റ് കമ്മിറ്റിയിലും മറ്റു കമ്മിറ്റിയിലും വെച്ചിട്ടല്ലേ പുറത്താക്കുന്നത്. അതിപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ എന്തിനാണ് നോട്ടീസ്? പ്രാഥമിക നടപടിയിലേ വന്നിരിക്കുന്നത്. PM മാത്യുവിനെ പാർട്ടിയും സസ്പെൻഡ് ചെയ്യാനൊരു നടപടിയും വേണ്ട. ഞാനോ ജോസ് കെ മാണിയോ പാർട്ടി ഭാരവാഹികൾ തീരുമാനിച്ചതല്ല. എൻ്റെ പാർട്ടി, ഞാൻ ഓഫീസ് ചുമതലയുള്ള സെക്രട്ടറിയാണ്.
പാർട്ടിയുടെ തീരുമാനങ്ങൾ സാധാരണ അറിയിക്കുന്നത് എന്നോടാണ് പിന്നെ പാർട്ടി ചുമതലപ്പെടുത്തുന്നത്. ആ നിലയിൽ എന്നെ പാർട്ടി ഓഫീസ് കാര്യം നോക്കിയാൽ പോരെ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പാർട്ടി ഓഫീസ് കാര്യം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. പാർട്ടി ഒരു കാര്യം ഔദ്യോഗികമായി പുറത്ത് അറിയിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയുമോ? ഞാനത് ചെയ്യും. അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. 87 എന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്നാ. ഇതിനെല്ലാം കാരണം എന്താണ്? ഇവിടെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റും UDFൻ്റെ ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പനെ നോമിനേഷൻ കൊടുക്കുന്ന 5 പേരിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഓർക്കണം, ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്, ഓഫീസിയൽ സെക്രട്ടറിയാണ്. ഞാൻ മാറി നിന്ന് വഴിയെ നടന്നിട്ട് സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 പേരാണ് കയറിയിട്ടുള്ളത്, ഘടകകക്ഷികളിലെ മന്ത്രി ഉൾപ്പെടെ. അങ്ങനെ ചേർത്ത് നിർത്തണം. അത് അതിനകത്ത് ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടായില്ല. അങ്ങനെ തഴഞ്ഞതുകൊണ്ടാണ് സജി മഞ്ഞക്കടമ്പൻ രാജിവെച്ച് പോകേണ്ടി വന്നത്. ഇത് അവരെ സംബന്ധിച്ച് വലിയ അടിയായി. ആ അടിയായപ്പം അതിലേക്കാണ് വരുന്നത്. ആ അടി കിട്ടിയതിന് ശേഷം അതിന് പ്രതികാരമായിട്ടാണ്, അതിനെ ജാല്യത മറയ്ക്കാനാണ് ഇതെല്ലാം ഓരോരുത്തരെ വിളിച്ച്, ഇപ്പോൾ ജിൻസിനെ വിളിക്കുന്നു, PM മാത്തിനെ വിളിക്കുന്നു, അങ്ങനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. PM മാത്തിന് അന്ന് തന്നെ ഞങ്ങളൊരു മാന്യത കാണിച്ചു. അദ്ദേഹം സീനിയറായിട്ടുള്ള ആളായതുകൊണ്ട് അങ്ങനെ പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി പുറത്താക്കിയെന്ന് പറയണ്ട. നടപടി പാർട്ടിക്കകത്ത് എടുത്ത് വെക്കുക. എടുത്ത് നിങ്ങളെ ഞാൻ കാണിക്കാൻ രേഖ. അത് നോട്ടീസ് വച്ചിട്ടില്ല. ചോദിച്ചു നോക്കി ഏതെങ്കിലും നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും പാർട്ടി കഴിഞ്ഞ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ, ആ സ്റ്റിയറിംഗ് കമ്മിറ്റി ഡേറ്റ് വെക്കുന്നുണ്ട്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് പുറത്താക്കി. അതിന് മിനിസ്റ്റർ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 87 കഥ പറഞ്ഞു വരാനാണ് ഞാനിത് പറഞ്ഞത്. 87 എന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോൻസ് ജോസഫിൻ്റെ അതേ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്. MLA ആയിരുന്നു അദ്ദേഹം. എൻ്റെ നാട്ടിലെ ബാങ്കിൽ സീറ്റ്, എൻ്റെ മേഖലയിൽ വേറെ സ്ഥാനാർത്ഥി ഇല്ലാത്തപ്പോൾ എനിക്ക് സീറ്റ് വേണമെന്ന് ആളുകളാണോ പറഞ്ഞ് പാർട്ടി കയറിലുണ്ട്. അതേ MLA സമ്മതിക്കുകയില്ല, സീറ്റ് തന്നില്ല. ഞാൻ മത്സരിച്ചു. എന്നിട്ട് എന്നാ ഉണ്ടായി? മത്സരിച്ച് കഴിഞ്ഞാൽ ബാങ്ക് എൻ്റെ ഭരണം നഷ്ടപ്പെട്ടു. അവിടുത്തെ പാർട്ടി പ്രവർത്തകരെ അദ്ദേഹം പിടിച്ചുകൊണ്ട് മാനസാറിൻ്റെ അടുത്ത് പോയിട്ട് പരാതി എഴുതി കൊടുത്തു. ഉണ്ടായ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് ചെറുപ്പക്കാരിലെ മാനസാറിന് എന്നെ സ്വന്തം വലിയ കാര്യമായിരുന്നു, സ്നേഹമായിരുന്നു. അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ജോയി നടക്കരുക. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഞാൻ എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി മാനസാർ. എന്നെ വീട്ടിൽ വിളിച്ച് മാനസാർ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ജോയി നടക്കരോട് വരാൻ പറഞ്ഞു വീട്ടിലേക്ക്. ജോയി ഇവിടം വരെ വരണം. അപ്പോൾ ജോയി സാർ ഒന്ന് കോടതി പോകുന്ന കാലം, കോടതി പോകുന്ന സമയത്ത് പോകുന്നതിന് മുമ്പായിട്ട് ജില്ലാ പ്രസിഡന്റാണ്, പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്, മാനസാറിൻ്റെ അടുത്ത് വന്നപ്പം എന്നെയും ഈ ജോയി സാറിനെ കൊണ്ട് നിർത്തിക്കൊണ്ട് പിന്നെ മാനസാർ പറഞ്ഞു, ജോയി സ്റ്റീഫൻ ജോർജിനെക്കുറിച്ചൊരു പരാതി ആരോ തന്നിട്ടുണ്ട്, അതങ്ങ് മാറ്റി വെച്ചേക്കണം, ഞാൻ പറയാതെ അത് എടുക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും പിരിഞ്ഞു പോയി. അത്ര സ്നേഹം. അവർ നോട്ടീസ് പോലും എനിക്ക് തന്നില്ല. ഇതാണ് സത്യം. പുറത്താക്കിയിട്ടില്ല. പുറത്താക്കാൻ പോയിട്ട് നോട്ടീസ് പോലും തന്നില്ലെന്ന്. പരാതി അങ്ങ് മാറ്റി വെച്ചേക്കാൻ പാർട്ടി ചെയർമാൻ പറഞ്ഞു. അന്ന് മാനസാറിലെ ലീഡർ മാനസാർ ജില്ലാ പ്രസിഡന്റ് വിളിച്ച് അത് എടുക്കുകയേ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് മാറ്റി വെച്ചു. പിന്നെ അത് വെളിച്ചം കണ്ടിട്ടില്ല. ഒരു നോട്ടീസ് പോലും തന്നില്ല, ഒരു നടപടി എടുത്തില്ല. ഇതാ ഞാൻ പറഞ്ഞത്. അദ്ദേഹം ബീവത്സനെ പോലെ ശുദ്ധ കള്ളമാണ് പറയുന്നത് മുഴുവൻ. പറഞ്ഞത് എല്ലാം കള്ളം. അടുത്തൊരു ആരോപണം, അത് വേറെ ആരോപണം പറയാം. ഇവിടെ ഏറ്റുമാനൂരിൽ വെച്ച് ഈ ചാഴിക്കാടൻ ആദ്യമായി മത്സരിച്ചപ്പോൾ താങ്കളെ എമ്മുകാർ ആക്രമിച്ചു. അന്ന് രക്ഷിച്ചത് PM മാത്യുവും KM മാണിയും. മാനസാർ ഒന്നും ആ സമയത്ത് അവിടെ ഇല്ല എൻ്റെ സഹോദര. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല, ഷർട്ടൊന്നും മുറിഞ്ഞില്ല. ഒരു സംഭവം ഉണ്ടായില്ല. അത് ചെറിയ ഒരു അദ്ദേഹത്തിന് സൃഷ്ടിയാണ്, ഭാവനയുള്ള സൃഷ്ടിയാണ്. അന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് തോമസ് ചാഴികാടന് വേണ്ടി വർക്ക് ചെയ്ത ആളാണ്, മുൻനിരയിൽ വർക്ക് ചെയ്ത ആളാണ്. മനസ്സിലായില്ലേ? ഇത്തവണ അങ്ങനെ നിൽക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെക്കുറിച്ച് ആക്ഷേപം പറയാൻ പറ്റുമോ? 24 മണിക്കൂറും തോമസ് ചാഴികാടൻ ജയിപ്പിക്കാൻ വേണ്ടി, മുന്നണി ജയിപ്പിക്കാൻ വേണ്ടി, പാർട്ടി സ്ഥാനത്ത് ജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളല്ലേ ഞാൻ ജോസ് കെ മാണി പറഞ്ഞിട്ട് 200 വീട് കയറി തോമസ് ചാഴികാടനെ ജയിപ്പിക്കണമെന്നും എതിർപ്പുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി ഞാനാണോ അങ്ങേരോട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത്ര പച്ചക്കള്ളം വല്ലതും ഉണ്ടോ? ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ഈ ജോസ് കെ മാണിക്ക് നട്ടലില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്, പ്രത്യേകിച്ച് പുറത്താക്കി. അദ്ദേഹത്തിന് ഈ പണ്ട് മുതലേ ഈ ഒരു വാക്കേ അറിയാവുള്ളൂ, നട്ടലില്ല, നട്ടിട്ടുണ്ട്. അതെപ്പോഴും ഇങ്ങനെ പറയുന്നൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒറ്റ കാര്യം തുറന്നു പറയാം. എന്നെപ്പറ്റി പറഞ്ഞ പോലെ വ്യക്തിപരമായി ഞാൻ PM മാത്യുവിൻ്റെ രാഷ്ട്രീയ കാലത്ത് തുടക്കം മുതൽ പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളണം, മാത്യുവിന് സ്വന്തം വീട്ടിലും സ്വന്തം നാട്ടിലും നിൽക്കാൻ മേലാതാകും. അത്തരം കഥകൾ നമുക്കറിയാം, ഈ നാട്ടുകാർക്കും അറിയാവുന്നതാണ്. ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു മര്യാദ, ഒരു രാഷ്ട്രീയ പ്രവർത്തനം നൽകി നമ്മളെന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? സത്യത്തിൽ PM മാത്യുവിന് മറുപടി ആവശ്യമില്ല, മറുപടി അർഹതയില്ലാത്ത ആളാണ് അദ്ദേഹം. പക്ഷേ എന്താണ് കാര്യം, ഞാൻ മറുപടി പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ എൻ്റെ മറുപടി ഞാൻ പറഞ്ഞില്ലെന്ന് നാളെ ഒരു ആക്ഷേപമായിട്ട് ഉന്നയിക്കും. അതുകൊണ്ട് മാത്രമാണ് അല്ലെ മാത്യുവിനെ പോലെ കാലഹരണപ്പെട്ട ഒരാൾ അദ്ദേഹം അല്ല എന്ന് പറഞ്ഞാൽ അതല്ലേ സ്ഥിതി ഇതല്ലേ? പോകാത്ത പാർട്ടിയുണ്ടോ? അദ്ദേഹം പോകാത്ത പാർട്ടിയുണ്ടോ? ഞാൻ ഒറ്റ കാര്യം, കേരളത്തിൽ ഒരാൾ ഏറ്റവും കൂടുതൽ പാർട്ടി പോയ ഒരു നേതാവിന് അവാർഡ് കൊടുത്താൽ അത് PM മാത്യു വാങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾക്കോ ഞങ്ങൾക്കോ തർക്കമുണ്ടോ? പറഞ്ഞുതരാം. അദ്ദേഹം KSC പ്രസിഡൻ്റാക്കി മാനസാർ,
അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റാക്കി. കൊടകര സീറ്റ് കൊടുത്തു, ജയിച്ചില്ല. കടുത്തിരുത്തി വന്ന് മത്സരിച്ചു, ജയിച്ചില്ല. പിന്നെ വീണ്ടും മത്സരിച്ച് ഞങ്ങളെല്ലാം കൂടെ കാലു പിടിച്ച് അന്ന് പ്രയത്നിച്ച് മാണി സാറെ ഇറങ്ങി വർക്ക് ചെയ്ത് ജയിപ്പിച്ചു. ഒരു ദോഷം വന്നില്ല, ഒരു വർഷം പൂർത്തിയായില്ല. അതിനു മുമ്പേ ടി.എൻ. ജേക്കബിൻ്റെ ഇന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നേടി നേരെ 3-4 MLA-മാരെയും പിടിച്ച് കാലി മാണി സാറിനെ പിന്നിൽ നിന്ന് കുത്തി ഈ പാർട്ടിയിൽ നിന്ന് പോയി. എന്നിട്ട് പാലായി പോയി പ്രസംഗിച്ച് ഞാൻ പറയണോ? തൻ്റെ ഗുരുവിനെതിരെ പാലാ കുരിശുപള്ളിക്ക് പ്രസംഗിച്ചത് വേണമെങ്കിൽ ഞാൻ റെക്കോർഡൊന്നും കിട്ടുക, ഞാൻ പറയുന്നില്ലത്. പറയുന്ന എൻ്റെ നിലപാടത്തിന് പറ്റില്ല. അത്ര മോശമായിട്ട് പാലായി പോയി മാണി സാറിനെതിരെ പ്രസംഗിച്ച നേതാവാണ്. എന്ത് നന്ദിയാണുള്ളത്? അതെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്തു? ജേക്കബ് ഗ്രൂപ്പിൽ പോയി. ജേക്കബ് ഗ്രൂപ്പിലാണല്ലോ പ്രവർത്തിച്ചത്. എന്നിട്ടാണല്ലോ മാണി സാറിനെതിരെ എല്ലായിടത്തും പ്രസംഗിച്ച് നടന്നത്. ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം പത്രസമ്മേളനം വിളിച്ച് ആ പാർട്ടി അങ്ങോട്ട് പിരിച്ചു വിട്ടു. എന്നിട്ട് ചിരിച്ചു നടക്കുക, ഞാൻ ജേക്കബ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്, എനിക്കാണ് അധികാരം പിരിച്ചുവിടാൻ, ഞാൻ പിരിച്ചു വിട്ടെന്നും പറഞ്ഞു. ടി.എൻ. ജേക്കബിന് അന്ന് ചെയ്ത കാര്യം പറയണ്ട, അടിച്ച് പുറത്താക്കി. ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രമില്ലേ ഏത് പാർട്ടിയിലും അദ്ദേഹം പോകാത്ത. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ വ്യക്തിപരമായ കാര്യത്തിലേക്ക് പറയാനോ ഒരു ദിവസം പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗപ്രവേശം എങ്ങനെയാണെന്നറിയാമോ? അന്വേഷിച്ച് നോക്കിയാൽ മതി, ഞാൻ പറയാം. അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞപ്പോഴെല്ലാം പറഞ്ഞാൽ സ്കൂളിലെ ലീഡറായിരുന്നു, 57 വർഷമായി എന്നെല്ലാം പറഞ്ഞല്ലോ. ശരി, ഇദ്ദേഹം ഒരിക്കൽ പരാജയപ്പെട്ട് KSU ജയിച്ചപ്പം ആ KSUവിൻ്റെ യൂണിയൻ, ആ യൂണിയൻ്റെ വാർഷികം കലക്കണം. എന്ത് ചെയ്തു? തൻ്റെ സുഹൃത്തുക്കളെ വിട്ട് ഒരു പാമ്പിനെ പിടിച്ച് കൂടിനകത്ത് കയറ്റി ആ പെൺകുട്ടികളിരിക്കുന്ന ആ സ്കൂളിൽ നിരന്ന് പെൺകുട്ടികളിരിക്കുന്നതിൻ്റെ ഇടവഴി കൊണ്ടങ്ങ് വിട്ടു. ഇത് ഇഴഞ്ഞഴിഞ്ഞ് എന്നപ്പോഴത്തേക്ക് ഉണ്ടായ സത്യമാണ്. ഞാൻ തെളിവ് തരാം. അന്ന് ജീവിച്ചിരിക്കുന്ന ആളൊരു 10 പേരെ നിങ്ങളുടെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ. കൊറോളങ്ങാനുള്ള സംഭവമാണ്. അന്ന് എന്ത് ചെയ്തു? എല്ലാവരെല്ലാം കൂടെ ആണ്ട് പാമ്പെന്ന് പറഞ്ഞ് പേടിച്ചോടി, എല്ലാവരും ഓടി ആ വാർഷികം പോയി കലക്കി റെഡിയാക്കി. ഇതാണ് അദ്ദേഹം രംഗപ്രവേശനത്തിന് തുടങ്ങിയത്. അങ്ങനെയാണ് അരങ്ങേറ്റം, അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ. പിന്നെ ആൾ മോശമാണോ? പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുള്ളൂ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, എത്രയോ പച്ചക്കള്ളവാത് കേൾക്ക്, അദ്ദേഹം പറഞ്ഞത് നിങ്ങളെടുത്ത് നോക്കൂ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കുടുംബയോഗം ഉണ്ടായിരുന്നു, അതിൽ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. മാണി സാർ അവിടെ പോയി ഒളിവിരുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അവിടെ നടന്നത് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലൊരു വാർഡിൽ നടന്നത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിൻ്റെ കൺവെൻഷനാണ്. ആ കൺവെൻഷനിൽ പോയിരുന്നിട്ട് ഞാൻ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പോയി. ഒരു പാർട്ടി നിൽക്കുന്ന ആളാണ്, അങ്ങനെ ചെയ്യാൻ ഒക്കുമോ? എന്ത് ന്യായീകരണം അതിനകത്തുള്ളത്? എന്ത് ന്യായമായുള്ളത്? ഒരു ന്യായീകരണം അതിനകത്തില്ലല്ലോ. അങ്ങനെ പുള്ളിയെ സംബന്ധിച്ച് ചെയ്തിട്ടുള്ളതെല്ലാം വളരെ ബുദ്ധിമുട്ട്. ഞാനൊരു കാര്യം തുറന്നു പറയാം. PM മാത്യു നിൽക്കുന്ന മുന്നണി സ്ഥാനത്ത് ജയിക്കുകയില്ല. ഞാൻ അടിവരായിട്ട് പറഞ്ഞിരിക്കുന്നു. ഞാൻ അനുഭവിച്ചല്ലേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം MLA കണ്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ തോറ്റു, ഇങ്ങനെ തോറ്റെന്നൊക്കെ പറഞ്ഞു. ശരിയാ, അദ്ദേഹം തോറ്റുണ്ടല്ലോ, ധാരാളം തോറ്റുണ്ടല്ലോ. ഞാൻ തോറ്റിട്ടുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്തിൽ ഭൂരിപക്ഷം കിട്ടിയില്ല, ജയിക്കുകയില്ല. അതൊരു പൊതുപ്രവർത്തനം സംബന്ധിച്ച് സ്വാഭാവികമായ കാര്യം. മത്സരിക്കാതിരിക്കാൻ ഒക്കത്തില്ല, മത്സരിക്കും, ജയിക്കുകയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്ന് പരാജയപ്പെട്ടാലും അതിൻ്റെ പിന്നിൽ പുള്ളി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹത്തെ പാർട്ടിയിലെടുത്തില്ലേ ഞാൻ ജയിക്കും. ഞാൻ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. അദ്ദേഹം ചെയർമാനായിട്ടുള്ള കടുത്തുരുത്തി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ സ്ഥിതി എന്താ നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. എത്രയോ കൃഷിക്കാർക്കാണ് പണം കൊടുക്കാനുള്ള 1-2 ലക്ഷങ്ങൾ. അവരാരും എനിക്ക് വോട്ട് ചെയ്തില്ല. PM മാത്യുവിനടുത്ത്. PM മാത്യു കാരണമാണ് കഴിഞ്ഞ തവണ തോറ്റെന്നാണോ? 100%. യാതൊരു സംശയമില്ല. അതുകൊണ്ട് കൃഷിക്കാർ എനിക്ക് വോട്ട് ചെയ്തില്ല PM മാത്യുവിനെ പാർട്ടിയിലെടുത്തുകൊണ്ട്. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ സഹിതം 100 എക്സാമ്പിൾ പറയാനുണ്ട്. ചെയ്തു കേട്ടു. ഇപ്പോഴും വളക്കണ നടത്തുന്ന നമ്മുടെ എത്തക്കുഴി എന്ന കടുത്തുരുത്തി പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തെ വളക്കണ നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ പരിചയക്കാരനാണ്. ഞാൻ ഒരു ദിവസം കടയിൽ ചെന്ന് പറയാം, നിങ്ങൾ ഈ PM മാത്യുവിന് എന്തിനെടുത്ത്? ഞാൻ പറഞ്ഞു ഞാൻ അല്ല, പാർട്ടി എങ്ങനെ എടുത്തു? എനിക്ക് 40 ലക്ഷം രൂപ തരാനുണ്ട്. എൻ്റെ പെങ്ങടെ കാശ് എൻ്റെ കാശോട് കൂടിയതാണ്. കരഞ്ഞുകൊണ്ടാൻ പറയുന്നു. ഒന്ന്, ഈ പുള്ളി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മറ്റൊരു സാറുണ്ട്, എന്നെയും ഇഷ്ടമായിരുന്നു, കേരള കോൺഗ്രസ്സുകാരന്. ആ സാറിന് ആൻ്റണി സാറിന്, നെടുങ്കോട്ടിൽ ആൻ്റണി സാറെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അന്വേഷിച്ചു. ആ മലകയറ്റമ്പുള്ള താഴെയാണ് വീട്. അമേരിക്കയിലൊക്കെയാണ്, അധ്യാപകനായിരുന്നു. PM മാത്യുവിന് വലിയ സ്നേഹമുള്ള ആളാണ്. സ്നേഹത്തെ 1 കോടി രൂപയാണ് മനുഷ്യൻ്റെ ഈ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഈ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ നിമിഷം പോലും പുള്ളി പുറത്തിറങ്ങാറില്ല. അന്വേഷിച്ച് നോക്കൂ, ആളിപ്പോണ്ട് വയ്യാതിരിക്കുകയാണ്. ഇങ്ങനെ എത്ര കൃഷിക്കാരാണ് അവിടെ നിന്ന് പണം കൊടുക്കാനായിട്ട് എനിക്ക് വോട്ടിയായിരുന്നു. അദ്ദേഹത്തിനും എടുക്കുന്നില്ല, അതിനുള്ള സ്വാധീനം പുള്ളിക്കില്ല. തോപ്പിക്കാൻ ഈ പറഞ്ഞ ആരോപണം എല്ലാം കള്ളമാണ്, മുഴുക്കള്ള. അതല്ലേ ഞാൻ പറഞ്ഞ ബീവൽസിൻ്റെ പ്രതിരൂപമാണ് CPM മാത്യു. പറഞ്ഞെല്ലാം കള്ളമാണ്. അപ്പോൾ ഈ നിലയിൽ ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹം നിൽക്കുന്ന മുന്നണിയിലെ സ്ഥാനാർത്ഥി ഒരു കാരണവശാലും ജയിക്കില്ല, എന്നൊരു ജയിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജിൻ്റെ അധപ്പതനമാണ് മാത്യുവിനെ എടുത്ത് പ്രചരണം നടത്തുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തോമസ് ചാഴികാടൻ ആ ഒറ്റ കാര്യം കൊണ്ട് 1 ലക്ഷം വോട്ട് ജയിക്കുന്നുള്ള യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഇതുപോലുള്ള ആളുകളെ ഉപയോഗിച്ച്
അവർ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അതിൻ്റെ അനുഭവം അവർ കണ്ടറിയും. ഇത് വേറെ ആരും പറഞ്ഞതല്ല, മാത്യുവിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കേരള കോൺഗ്രസ് ജെയുടെ സമുന്നതനായ നേതാവ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആളാണ്. അല്ല അത് ഞാൻ പറയല്ല, അത് നിങ്ങൾ കണ്ടുപിടിച്ചോളണം. ആ നേതാവ് ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാ. മാത്യുവിനെ കൊണ്ട് എന്തും ആർക്കെതിരെയും പറയിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് അനുഭവമുള്ളതാണ്. എനിക്ക് ആ കാര്യം സംശയമൊന്നുമില്ല, പറയിപ്പിച്ചതാ. പക്ഷേ ഈ പറയിപ്പിക്കൽ UDF സ്ഥാനാർത്ഥിക്ക് ദോഷമേ ചെയ്യൂ, ഉള്ള വോട്ടും കൂടെ കുറയും. LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വളരെയേറെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. എന്തായാലും അതാണ് സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കുന്നത്. PM മാത്യുവിൻ്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു. മാത്രവുമല്ല, ഫ്രാൻസിസ് ജോർജിന് ഈ ഒരു വലിയ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.